ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് കോന്നി. കോന്നിയുടെ ചരിത്രം അതിൻ്റെ ആനക്കൂട് തന്നെ അതിൻ്റെ വൈശിഷ്ട്യത്തിൽ ഒന്നാണ്. കോന്നി ആനപിടുത്തത്തിൻ്റെ നാടായിരുന്നു. മുൻകാലങ്ങളിൽ വാരിക്കുഴി എടുത്ത് ആ വാരിക്കുഴിയിൽ വീഴുന്ന ആനകളെ താപ്പാനകളുടെ സഹായത്തോടു കൂടി കോന്നി ആനക്കൂട്ടിലെത്തിക്കുകയും അവയെ ചട്ടം പഠിപ്പിച്ച് അവയെ നാട്ടാനയാക്കുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കോന്നി ആനത്താവളത്തിലാണ്. അതിനായിട്ടാണ് നമ്മൾ 1942 ഇപ്പോഴത്തെ നിലവിലുള്ള ആനക്കൂട് സ്ഥാപിക്കുന്നത്. അതിനകത്ത് 6 അറകളാണ് ഉള്ളത്. 6 ആനകളെ വരെ ഒരുമിച്ച് പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ആനക്കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കമ്പകം തടിയിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ കമ്പകത്തടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആനകൾ ചാടി ഇടിക്കുന്ന സമയത്ത് ഇത് സ്പോഞ്ച് പോലെ ഉള്ള ഒരു തടിയാണ്. എന്നാൽ നല്ല ഹാർഡ് തടിയാണ്, നല്ല കട്ടിയാണ്. ഇത് പൊട്ടുകയോ ഒടിയുകയോ ഇല്ല. ഇത് ആനകൾക്ക് ഒരു സുരക്ഷിതമാണ്. ഈ ഇടിക്കുന്ന സമയത്ത് ആനകൾക്ക് നൊമ്പലങ്ങളോ ഒന്നും പറ്റാറില്ല. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി കഴുകുന്ന വെള്ളം ഇതിനകത്ത് വീഴുന്നിടത്തോളം കാലം ഇതിൻ്റെ കാഠിന്യം, ഇതിൻ്റെ കടുപ്പം വർദ്ധിക്കും. ഇത് നശിച്ചു പോകത്തില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പകം കിട്ടാനില്ലാത്ത ഒരു തടിയാണ്, ഒരു മരമാണ്. ഇപ്പം പിന്നെ കേരളത്തിൽ 3 കമ്പകക്കൂടുള്ളൂ. കോടനാട്, ഇപ്പം കോട്ടൂർ, തിരുവനന്തപുരം കോട്ടൂർ പുതിയൊരു കമ്പകക്കൂട് പണിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പം നിലവിൽ ഏറ്റവും നല്ല കൂട് കോന്നിയുടെ കോട്ടൂരുമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആനകളെ അവിടെ പാർപ്പിക്കാറില്ല. അത് നിലവിൽ അതിന് ആനത്തറികളുണ്ട്. ആ ആനത്തറിയിലാണ് ആനകളെ പാർപ്പിച്ചു വരുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയാനയും 5 വലിയ ആനകളുമാണ് നിലവിലുള്ളത്. ഇപ്പോൾ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ആനക്കുട്ടിയെ മറ്റോ അതിനകത്ത് നിർദ്ദേശാനുസരണം പാർപ്പിക്കാറുള്ളത്. പക്ഷേ അത് നമ്മുടെ കോന്നിയുടെ തനതായ പാരമ്പര്യത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി ആനക്കൂടിനെ നമ്മൾ വനം വകുപ്പ് സംരക്ഷിച്ചു വരികയാണ്. ആനപിടുത്തം നമ്മുടെ കോന്നിയുടെ പരിസര പ്രദേശങ്ങളിലെ വനപ്രദേശം, നടുവത്തുമൊഴി അല്ലെങ്കിൽ കൊക്കാത്തോടുള്ള പ്രദേശങ്ങളിൽ ആനപിടുത്തം മുൻകാലങ്ങളിൽ സജീവമായിരുന്നു. സർക്കാർ ആനകളെ 70 മുമ്പ് ലേലം ചെയ്തു കൊടുക്കുന്ന ആനകളെ കാട്ടിൽ നിന്ന് വാരിക്കുഴി വെച്ച് പിടിച്ച് നാട്ടിലെത്തിച്ച് 3 മാസം ട്രെയിനിങ് കഴിഞ്ഞ് 6 മാസത്തിനകം ആനകളെ ലേലം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ആനയ്ക്കായി പ്രത്യേക വാരിക്കുഴി എടുത്ത് ആ വാരിക്കുഴിയിൽ വീഴുന്ന ആനകളെയാണ് താപ്പാനകളുടെ സഹായത്തോടു കൂടി നമ്മുടെ കോന്നിയിലെത്തിച്ചുകൊണ്ട് പാപ്പാന്മാർ അതിനെ ചട്ടം പഠിപ്പിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അങ്ങനെയാണ്. പിന്നെ നിലവിൽ 1977 മുതൽ ആനപിടുത്തം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ആനപിടുത്തം നിലവിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നിലവിലുള്ള കുട്ടി ആനകളൊക്കെ തന്നെ ആനപിടുത്തത്തിൻ്റെ ഫലമായി ഇവിടെ ഈ കൂട്ടിലെത്തപ്പെട്ടതല്ല. ആനകൾ ബൈ ചാൻസിൽ കൂട്ടം തെറ്റി ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട്. ആ ആനകളെ നമ്മൾ വനം വകുപ്പ് തിരിച്ച് ഗ്രൂപ്പിൻ്റെ കൂടെ വിടുന്നതിനായി ആവശ്യമായി കാട്ടിൽ നിർത്തുകയും അങ്ങനെ ഗ്രൂപ്പ് വന്ന് ഇതിനെ ഏക്കാതെ കൊണ്ടും ഇതിനെ കൊണ്ടുപോകാതെ കൊണ്ടും ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ആനക്കുട്ടികളെ ക്യാമ്പുകളിൽ എത്തിച്ച് സംരക്ഷിക്കുന്നത്. അത് സംരക്ഷിക്കുന്ന ആനക്കുട്ടികൾ മിക്കവാറും എല്ലാം ക്ഷീണിതനും വളരെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും ആണ്. ഒരു 1.5-2 വയസ്സിന് പുറത്തുള്ള ആനക്കുട്ടികളാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഓടി തിരികെ പോകും. ഇത് അവശനാവുന്ന നിലയിലാണ് നമ്മൾക്ക് ഒറ്റപ്പെട്ട് ആനക്കുട്ടിയെ കിട്ടാറുള്ളത്. അതിനെ നമ്മൾ സംരക്ഷിച്ചു വരുന്നു. അത്തരം കുട്ടിയാനയാണ് നമുക്ക് കൊച്ചയ്യപ്പൻ എന്ന പേരിലുള്ള ഒരു കുട്ടിയാനയുണ്ട്. അത് ഏകദേശം 2.5 വയസ്സ് മാത്രമാണുള്ളത്. അപ്പോൾ അതും ഒക്കെ അപ്രകാരം നമ്മുടെ ഈ കൂട്ടിലെത്തപ്പെട്ട ആനകളാണ്. അതുപോലെ കൃഷ്ണ. അപ്പോൾ അതാണ് ഇപ്പോൾ ആനകൾ, അല്ലാതെ ആനപിടുത്തത്തിൻ്റെ ഫലമായി ഇവിടെ എത്തപ്പെട്ടതല്ല. ആന പരിപാലന പ്രക്രിയ ഉള്ളത് നമുക്ക് 6 ആനകൾക്കായിട്ട് ഓരോ ആനയ്ക്ക് 2 പാപ്പാന്മാർ വീതം നിലവിൽ ആനയെ പരിചരണത്തിനായിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് പാപ്പാന്മാർ ആനത്തറിയിൽ ആന കെട്ടുന്ന സ്ഥലത്ത് വരും. വന്നിട്ട് ആനത്തറി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആനയെ നമ്മളൊരു 10 കിലോമീറ്റർ വരുന്ന ചുറ്റളവ്, ഇതിനകത്ത് 14 റൗണ്ട് 12 റൗണ്ട് ഇങ്ങനെ ഇതിനെ എല്ലാ ആനകളെയും നമ്മൾ നടത്തിയിട്ട് വന്ന്
ഒരു 10-15 മിനിറ്റ് വിശ്രമം കഴിഞ്ഞ് ആനകളെ അതാത് സ്ഥലത്തും ഷവറിൻ്റെ അവിടെയും ആനകളെ കുളിപ്പിക്കുക. 10 മണിക്ക് ആനയുടെ ഭക്ഷണം. ആനയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, പച്ചരി, ചെറുപയർ, മിനറൽ മിക്സർ, ഉപ്പ്, കരിപ്പട്ടി, പിന്നെ കാൽസ്യപ്പൊടി, ഈ പഞ്ഞിപ്പുല്ല് ഇവ ചേർത്ത് ചോറ് വേവിച്ച് അത് തണുപ്പിച്ച് കേക്ക് പരുവത്തിൽ അല്ലെങ്കിൽ ഉരുള പരുവത്തിൽ ആനയുടെ ഓരോ പ്രായം അനുസരിച്ചാണ് ആനയുടെ ചോറ് നിശ്ചയിക്കുന്നത്. ഇത്ര കിലോ എന്ന് പ്രായപരിധി അനുസരിച്ചാണ്. കുട്ടി ആനയ്ക്ക് നമ്മൾ പ്രത്യേകതയാണ്, അതിന് പ്രത്യേക ഭക്ഷണം വെക്കുന്നുണ്ട്. 3 നേരമാണ് ഭക്ഷണം. രാവിലെ 10 മണി, ഉച്ചയ്ക്ക് 2 മണി, വൈകിട്ട് 7 മണി. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ മണ്ണീറ വനസംരക്ഷണ സമിതി നേതൃത്വത്തിൽ എലിമുള്ളും പ്രാക്കലിൽ നമുക്കെന്ന് വെച്ചാൽ 11 kV ലൈന് താഴെ പ്രത്യേകം ആയിട്ട് നമ്മുടെ പുൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വനസംരക്ഷണ സമിതി പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള പുൽകൃഷി നടത്തുന്നത്. അവരിൽ നിന്നും ഒരു നിശ്ചിത തുക അവർക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ പ്രതിഫലമായി നൽകിക്കൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് പുല്ലുകൾ ഇവിടെ എത്തിക്കുകയും ആനകൾക്ക് പുല്ലാണ് ഭക്ഷണമായി അതിൻ്റെ ഗ്രീൻ ഫോഡർ എന്ന നിലയ്ക്ക് നൽകുന്നത്. ആന സവാരി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ 3 വർഷമായി കോവിഡ് വന്നതുകൊണ്ട് ആന സവാരി നിർത്തിവെച്ചിരിക്കുകയാണ്. ആന സവാരി ചെയ്യുന്ന ആന പ്രിയദർശിനി, മീന, അങ്ങനെ 2 ആനകളാണ് ഇവിടെ സവാരി ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്കൊരു 10, 14, 20, 25 സവാരിയുണ്ട്. അത് ആനയ്ക്കൊരു എക്സസൈസും കൂടാണ്. ഇപ്പം നമ്മൾ കോവിഡ് കാരണം ആന സവാരി നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ആനയ്ക്കുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ രാവിലെ ആനയുടെ ശരീരത്തിൽ ഉള്ള എക്സസൈസ്, അതിനാണ് നമ്മൾ 10 കിലോമീറ്ററോളം ഏരിയ കണക്കിലാക്കി നമ്മൾ 11 റൗണ്ട് 12 റൗണ്ട് ആനകളെ നടത്തുന്നത്. പിന്നെ ആവശ്യമായ മറ്റ് മരുന്നുകളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം യഥാസമയം നൽകി വരുന്നു. ഒരു 7-8 ആനകൾ നമ്മൾക്കുണ്ടായിരുന്നു നിലവിൽ. അതിനെ രഞ്ജിയാനെ പ്രായം 60 വയസ്സോളം ആയപ്പം അതിനെ നമ്മൾ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ച് അവിടെ സ്വകാര്യമായിട്ട് അതിന് വിഹരിക്കാനും കുറച്ച് സ്ഥല സൗകര്യം കൂടുതലുള്ളതും ആനയുടെ പ്രായം കൊണ്ട് അതിന് വാർദ്ധക്യസഹനമായി അവിടത്തേക്ക് പോയി. ആന കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചരിഞ്ഞു. ഇപ്പോൾ പിന്നെ നിലവിൽ നമുക്ക് ഫേമസ് ആയ ഒരു ആനയായിരുന്നു സോമൻ. സോമൻ ഇപ്പോൾ ഏതാണ്ട് 85 വയസ്സോളം പ്രായം പറയുന്നു. അതിനെ ഇപ്പം കോട്ടൂർ ക്യാമ്പിലാണ് അതിനെ സംരക്ഷിക്കുന്നത്. അത് വളരെ മിടുക്കനായി ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ട് നിൽക്കുന്നു. പിന്നെ കോന്നി സുരേന്ദ്രൻ 99-ൽ കോന്നി സുരേന്ദ്രനെ ലാഹ രാജാമ്പാറയിൽ നിന്നും തള്ള ചരിഞ്ഞ്, ആന മരിച്ചു കിടക്കുന്നതിന് ചരിഞ്ഞു എന്നാണ് പറയുന്നത്, ചരിഞ്ഞ് തള്ളയുടെ അടുത്ത് നിന്ന് 99-ൽ കിട്ടിയതാണ്. അതിനെ നമ്മൾ കൂട്ടിൽ ട്രെയിൻ ചെയ്ത് അത് 2017 ഇവിടുന്ന് കുങ്കി ട്രെയിനിങ്ങിനായി മുതുമല, തമിഴ്നാട്ടിൽ മുതുമലയിലേക്ക് കൊണ്ടുപോയി. ആനയുടെ കുങ്കി ട്രെയിനിങ് 3 മാസം പരിശീലനം പൂർത്തീകരിച്ച് ആന ഇപ്പം വയനാട് ക്യാമ്പിലാണ് ഉള്ളത്. അത് കുങ്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ട്രെയിനിങ്ങാണ്. നമുക്ക് മുൻകാലങ്ങളിലേ ഉള്ളായിരുന്നു. ഇപ്പം കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആനകളാണ് ഇപ്പോഴത്തെ കുങ്കി ആനകൾ. ഇപ്പോൾ നമ്മൾ നാട്ടിൻ പ്രദേശത്തേക്ക് കാട്ടാനകൾ കൂടുതലായി ഇറങ്ങി വന്ന് ശല്യം ഉണ്ടാക്കുന്നതിന് തുരത്താൻ വേണ്ടിയാണ് കുങ്കി ട്രെയിനിങ് നടത്തിയത്. കുങ്കി ട്രെയിനിങ്ങിലേക്ക് ആണ് ഇപ്പോൾ 3-4 ആനയുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ഒരു 8 ആനയോളം വയനാട്ടിൽ ട്രെയിനിങ് പൂർത്തീകരിച്ച് നിൽപ്പുണ്ട്. സുരേന്ദ്രൻ നമ്മുടെ ഇവിടെ നിന്ന് വിട്ട് വയനാട്ടിലാണ്, ഇപ്പം വയനാട് ക്യാമ്പിലാണ്. പിന്നെ നമ്മൾക്കിവിടെ ഏറ്റവും പൊക്കത്തിലുള്ള 27-28 വയസ്സുള്ള നീലകണ്ഠൻ, ഇപ്പം പൊക്കത്തിലുള്ള ഒരാന നമ്മുടെ ക്യാമ്പിലുമുണ്ട്. അതും കുങ്കി ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്ന ആനയാണ്. എന്തെങ്കിലും അത്യാവശ്യമായ ഒരു കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ആനയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് കോന്നി ക്യാമ്പിലുണ്ട്. കോന്നി ആനക്കൂടിനോട് ചേർന്ന് തന്നെ കോന്നിയിലെ ആന പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഉള്ള
ആന മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. അത് നൂറുകണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു സംവിധാനമാണ്. ആനയെപ്പറ്റിയുള്ള അടിസ്ഥാനപരമായ എല്ലാ വിവരങ്ങളും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സംവിധാനം അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഗാലറി ഉണ്ട്. ആനയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിനകത്തു നിന്ന് ലഭ്യമാണ്. പിന്നെ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ടുള്ള കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. അതുപോലെ തന്നെ വനവിഭവങ്ങളെ വിതരണം ചെയ്യാൻ വേണ്ടി വനവിഭവങ്ങളുടെ വിതരണ കേന്ദ്രമായ വനശ്രീ, അതിൻ്റെ തന്നെ ഭാഗമായ ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ വനത്തിൻ്റെ തന്നെ തുളസീവനം, അശോകവനം ഒക്കെ ഉണ്ട്. അതുപോലെ നക്ഷത്രവനം, മെഡിസിനൽ പ്ലാന്റ്സിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് നക്ഷത്രവനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ തന്നെ സഞ്ചാരികൾക്ക് ആകർഷകമായ അനവധി കാര്യങ്ങൾ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി നിലവിൽ നടപ്പിലാക്കി വരുന്നു. അതുപോലെ തന്നെ നമുക്ക് താമസിയാതെ നമുക്കൊരു 3D തിയേറ്ററിൻ്റെ ഉദ്ഘാടനം താമസിയാതെ ഉണ്ടാകുന്ന ഈ മാസം തന്നെ ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാഹചര്യമാണ്. അതിൻ്റെ അന്തിമമായി അതിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയായി വരുന്നു. അതും ഉടനെ ഉണ്ടാവും. ഇതാണ് നല്ല ഒരു ഡെവലപ്മെൻറ്റാണ് നിലവിൽ ഇക്കോ ടൂറിസത്തിനുള്ളത്.